ഗൈസ്, ഇന്നലെ ഞാൻ സംസാരിച്ചതുപോലെ തന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിനെ പറ്റിയാണ് മെയിനായിട്ടും സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിലെ എന്ന് പറയാം, കേരളത്തിൽ തന്നെ ഏറ്റവും ആൾക്കാർ പോകുന്ന ഒരു ദേവീ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പണ്ട് എങ്ങനെയാണോ ആചാരങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവിടുത്തെ ആചാരങ്ങൾ നമ്മൾ കുറേ കൂടെ ഡയൽ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പണ്ട് എങ്ങനെയായിരുന്നോ നമ്മൾ ആ ദേവിയെ ആരാധിച്ചുകൊണ്ടിരുന്നത്, അതിൽ നിന്നും കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടായിരിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് എന്താ പറയുന്നത്, സാക്രിഫൈസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ബേസിക്കലി ഇപ്പം എന്നാൽ ഈ സെയിം കാര്യങ്ങൾ, അതായത് പഞ്ചമകരം എന്ന് പറയുന്ന കൗളാചാര പ്രകാരമുള്ള ആചാരങ്ങൾ ഫോളോ ചെയ്ത് കൊണ്ടുവന്നിരുന്ന സ്ഥലമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, അന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കാമാക്യ. ആസാമിലെ കാമാക്യ, അതേപോലെ താരാപീഠം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വെസ്റ്റ് ബംഗാളിലുള്ള. അങ്ങനെ നോർത്തിലുള്ള കുറേ അമ്പലങ്ങൾ ഇപ്പോഴും എങ്ങനെയാണോ അവരുടെ പൂർവികർ ആ ഒരു പർട്ടിക്കുലർ ഡയറ്റിനെ ആരാധിച്ച് കൊണ്ടുവന്നത്, അതിനകത്ത് ഒരു ചേഞ്ചസും വരുത്താതെ തന്നെ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ആ സെയിം കാറ്റഗറി തന്നെ വരുന്നതാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കേട്ടത് വെച്ചിട്ട് നമ്മുടെ കോഴിക്കോടുള്ള വള്ളയനാട് ദേവീക്ഷേത്രവും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആരാധനയായിരുന്നു കറക്റ്റായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് അവിടുന്ന് മാറ്റിയിട്ട് പുതിയ സമയത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഡയറ്റിനെ പതുക്കെ അങ്ങനെ മാറ്റിയെടുക്കുക ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും ചുറ്റും കാണുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തിരിച്ച് എങ്ങനായിരുന്നോ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ആ ഒരു പർട്ടിക്കുലർ ഡയറ്റിനെ എന്താണ് പറയുക ആചരിച്ച് കൊണ്ടുവന്നിരുന്നത്, ആ സെയിം രീതിയിൽ തന്നെ തിരിച്ച് എന്താണോ അവർക്കിഷ്ടം. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരാൾ വരിക ഗസ്റ്റായിട്ട്, അപ്പോൾ നമ്മൾക്ക് ലെറ്റ്സ് ഇപ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയനാണ്, അയാൾ വെജിറ്റേറിയനാണ്, നമ്മൾ ഒരിക്കലും അയാളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് നോൺ വെജിറ്റേറിയൻ തിന്നിപ്പിക്കത്തില്ലല്ലോ. അയാളിപ്പോൾ പറയുക അയാളിപ്പോൾ ശബരിമലയിൽ പോകാനായിട്ട് നിൽക്കും, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെയും ഇത് മാറ്റുക. നമ്മളൊരിക്കലും അയാളെ ഫോഴ്സ് ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും അയാളുടെ മേളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. ആ സെയിം രീതിയിൽ ആ ദേവി പറയുകയാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് കഴിക്കാൻ ഇന്ന കാര്യങ്ങളാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് കുടിക്കാൻ ഇന്ന കാര്യങ്ങളാണ് ഇഷ്ടം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ അടുത്ത് എങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളെന്ത് പറയാം എൻ്റെ അടുത്ത്? അപ്പോൾ നമ്മൾ എങ്ങനായിരുന്നോ അവരെ ഒരു സെയിമായിട്ട് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതി കണ്ടിട്ട് അവർക്ക് എന്താണോ ആഗ്രഹമുള്ളത്, അതായത് എന്താണോ ചെയ്യാനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്, ഇന്ന രീതിയിലെന്ന് പണ്ടത്തെ കാരണവന്മാർ എഴുതി വെച്ചിരിക്കുന്ന സാധനം എന്താണോ ആഗ്രഹമുള്ളത് കഴിക്കാനായിട്ടും അല്ലെങ്കിൽ ചെയ്യാനായിട്ടും അവിടെ ചെയ്യാനായിട്ടുള്ള ആ സെയിം രീതിയിലുള്ള കാര്യങ്ങൾ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് പഴയതുപോലെ തിരിച്ചാക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പോൾ ഞാനെന്തിനാ പറയുന്നതെന്നായിരിക്കും, നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും മാറ്റം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പം ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ റൂട്ട്സ്. നമ്മൾ തിരിച്ച് നമ്മുടെ റൂട്ട്സിനെ കണക്ട് ചെയ്യാം. എങ്ങനെയാണോ പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ തിരിച്ച് അറ്റ്ലീസ്റ്റ് ടെമ്പിൾസിലെ എന്താ പറയുന്നത് ആചാരങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. താങ്ക് യു. ഇത് ആർക്കെങ്കിലും ഞാൻ പറയുന്ന സെൻസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.